Can you recommend any good restaurants? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ഒരുപാട് സെന്റൻസ് ഈ വീഡിയോയിൽ ഉടനീളമുണ്ട്. പലതരത്തിൽ നമ്മുടെ സംഭാഷണത്തിൽ കടന്നു വരുന്നതാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യമുള്ളവർ എല്ലാവരും തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യത്തെ സെന്റൻസ് ഇത് തന്നെയാണ്. ക്യാൻ യു റെക്കമെൻഡ് എനി ഗുഡ് റെസ്റ്റോറൻറ്റ്സ്? നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരാൾ ശുപാർശ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അറിയാത്തൊരു സ്ഥലത്ത് പോയതാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ക്യാൻ യു റെക്കമെൻഡ് എനി ഗുഡ് റെസ്റ്റോറൻറ്റ്സ്? ഒരു നല്ല റെസ്റ്റോറന്റ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഒന്ന് ശുപാർശ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? എനിക്കിവിടെ വലിയ പരിചയമില്ല. ക്യാൻ യു റെക്കമെൻഡ്, ക്യാൻ യു റെക്കമെൻഡ്, ക്യാൻ യു റെക്കമെൻഡ് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭാഷണത്തിൽ കടന്നു വരുന്ന ഒരു സംഭവം തന്നെയാണ് റെക്കമെൻഡ് ചെയ്യാൻ. ക്യാൻ യു റെക്കമെൻഡ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. ക്യാൻ യു റെക്കമെൻഡ് എനി ഗുഡ് റെസ്റ്റോറൻറ്റ്സ് ഹിയർ, അല്ലെങ്കിൽ ക്യാൻ യു റെക്കമെൻഡ് എനി ഗുഡ് സ്കൂൾസ്? അങ്ങ് എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അതാണ് നമ്മൾ ആദ്യത്തേത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഐ റെക്കമെൻഡ് സംസം, ഐ റെക്കമെൻഡ് ഹോട്ടൽസ്, അല്ലെങ്കിൽ ഐ റെക്കമെൻഡ് സംസം ഫോർ ഷവായ. കോഴിക്കോട് ജില്ലയിലാണെന്നുണ്ടെങ്കിൽ ടൗണിലാണെന്നുണ്ടെങ്കിൽ സംസം, ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല, മുമ്പൊക്കെ ഷവായ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ആ റെസ്റ്റോറന്റിൽ ഷവായക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ സംസമാണ്. ഐ റെക്കമെൻഡ് സംസം ഫോർ ഷവായ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വേറെ എന്ത് ഉദാഹരണമാണെങ്കിൽ പറയാം, ഐ റെക്കമെൻഡ്, ഞാൻ ശുപാർശ ചെയ്യുന്നു. അപ്പൊ ആ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തതിലേക്ക് പോവുകയാണ്. ഐ വോണ ഗോ ഹോം നൗ, ഐ വോണ ഗോ ഹോം നൗ. ഇപ്പം തന്നെ എനിക്ക് വീട്ടിലേക്ക് പോകണം. ഇവിടെ വന എന്ന് വെച്ച് കഴിഞ്ഞാൽ, വന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യത്തിനാണ് വന ഉപയോഗിക്കുന്നത്. വാണ്ട് ടു എന്നതിനെ കുറിച്ചും വാണ്ട് എ എന്നതിനെ കുറിച്ചുമാണ്. ആ സമയത്താണ് വന എന്ന് പറയുന്നത്. ഐ വോൺ എ കോഫി, ഐ വോൺ എ കോഫി, എനിക്ക് കോഫിയാണ് വേണ്ടത്, എനിക്കൊരു കോഫി വേണം. ഐ വോൺ എ കോഫി. വാന, വാണ്ട് എ, അത് അവിടെ വാണ്ട് എ എന്നാണ് പറയുന്നത്. മറ്റേത് വെർബിനോട് യോജിച്ച് വരുന്നതാണ്. ഐ വോണ്ട് ടു ഗോ ഹോം നൗ, ഐ വോണ്ട് ടു ഗോ ഹോം നൗ, ഐ വോൺ ഗോ ഹോം നൗ. ഐ വാണ്ട് ടു എന്നുള്ളത് വാന, ഐ വോൺ ഗോ ഹോം നൗ, എനിക്ക് ഇപ്പം തന്നെ വീട്ടിലേക്ക് പോകണം. യു വോൺ ഗോ ഹോം റൈറ്റ് നൗ, നിനക്കിപ്പം തന്നെ വീട്ടിലേക്ക് പോകണോ? യു വോൺ ടേക്ക് ദിസ്, നിനക്ക് അത് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതായത് വന എന്ന് പറഞ്ഞാൽ വാണ്ട് ടു എന്നുള്ളതാണ്. ഐ വാണ്ട് ടു, എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് പോകണം, വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ വാണ്ട് ടു എന്നതിനും രണ്ടാമത്തെ ഉദാഹരണത്തിൽ വാണ്ട് എ എന്നതിനുമാണ് വന എന്ന് ഉപയോഗിക്കുന്നത്. അത് മനസ്സിലായല്ലോ. ഇനി അടുത്തതിലേക്ക് പോയിക്കോട്ടെ. ഇങ്ങനെയുള്ള ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ സംഭാഷണത്തിൽ കടന്നു വരുന്നതാണെന്നുള്ളത് കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെയാണ് നമ്മളെ ചാനലിലുടനീളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത സെന്റൻസിലേക്ക് പോകാം. ഡോണ്ട് വറി, യുവർ കാർ വിൽ ബി റെഡി ടുമോറോ, ദ മെക്കാനിക് അഷ്വേർഡ് ഹിം. അഷ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ഒരാളോട് പറയാണ്, ഉറപ്പ് നൽകണം. ഷുവർ, തീർച്ചയായും എന്ന് പറയുന്നില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അഷ്വർ എന്ന് പറയുന്നത്. ഐ അഷ്വർ യു, ഞാൻ നിനക്ക് ഉറപ്പ് നൽകുന്നു. ഐ അഷ്വർ യു ദിസ്, ഞാൻ ഇക്കാര്യത്തിൽ നിനക്ക് ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ദ കാർ മെക്കാനിക് അഷ്വേർഡ് ഹിം, അവനിക്ക് ഉറപ്പ് കൊടുത്തു. എന്ത്? ദ കാർ വിൽ ബി റെഡി ടുമോറോ, നാളെ നിങ്ങളുടെ കാറ് റെഡിയാകും എന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ അവിടെ റെഡി, വിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ആണ്. വിൽ ബി റെഡി ടുമോറോ, ദ കാർ വിൽ ബി റെഡി ടുമോറോ എന്ന് പറയുന്ന സമയത്ത് ദ കാർ എന്തായാലും നാളെ മെക്കാനിക് അവിടെ നന്നാക്കാൻ കൊടുത്തതാണ്. അപ്പൊ നാളെ എന്തായാലും കിട്ടുമെന്നുള്ള അവൻ അഷ്വർ ചെയ്തിരിക്കുകയാണ്, അതായത് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഷുവർ ആയിട്ടും വരും എന്നുള്ളത് ഒരു ഉറപ്പ് പ്രോമിസ് കൊടുത്തിരിക്കുകയാണ്. ഐ അഷ്വേർഡ് ഹിം, അല്ലെങ്കിൽ ഹി അഷ്വേർഡ്, ദ മെക്കാനിക് അഷ്വേർഡ് ഹിം, മെക്കാനിക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഐ അഷ്വേർഡ് യു, ഞാൻ നിനക്ക്, അല്ലെങ്കിൽ ഐ അഷ്യൂർ യു ദിസ്, നിനക്ക് ഇത് ഞാൻ നിനക്ക് ഉറപ്പ് നൽകുകയാണ്. അപ്പൊ ഐ അഷ്വർ എന്നുള്ളത് നമ്മൾ നിത്യജീവിതത്തിൽ കടന്നു വരും. അതുകൊണ്ടാണ് ആ വാക്ക് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഈ സെന്റൻസിൽ എടുത്തത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തതിലേക്ക് പോകാം. നിത്യജീവിതത്തിൽ സംഭാഷണത്തിൽ കടന്നു വരുന്ന ഒരു സംഭവം തന്നെയാണ് യു ആർ എംബാരസിങ് മീ. എംബാരസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എംബാരസ് എന്ന് പറയുന്ന വെർബിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാണം കെടുത്തുക, നമ്മളെ ഒന്നുമായിട്ട് വഷളാക്കുക, നമ്മളെ ഒന്ന് എന്താ പറയുക, പ്രയാസപ്പെടുത്തുക, മാനസികമായിട്ടും അല്ലാതെയൊക്കെ പ്രയാസപ്പെടുത്തുന്നതിനാണ് എംബാരസ് ചെയ്യുക. യു ആർ എംബാരസിങ് മീ ഡാഡ്, ഉപ്പ അല്ലെങ്കിൽ അച്ഛ, നിങ്ങൾ എന്നെ നാണം കെടുത്തുന്നു. യു ആർ എംബാരസിങ് മീ, എന്റെ കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ യു ആർ എംബാരസിങ് മീ, അല്ലെങ്കിൽ പറഞ്ഞ തന്നെ ഇങ്ങനെ വെറുപ്പിച്ച് പറയുന്ന സമയത്ത് യു ആർ എംബാരസിങ് മീ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അവിടെ നമ്മളെ നിത്യജീവിതത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരാറുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. ഐ ഡോണ്ട് വാണ്ട് ടു എംബാരസ് യു ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഫ്രണ്ട്സ്. നിന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ മുമ്പിൽ വെച്ചിട്ട്, അവരെ മുമ്പിൽ വെച്ചിട്ട് നിന്നെ എംബാരസിങ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ഉപയോഗിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു. ഇവിടെ വാണ്ട് ടു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ വാന എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഐ ഡോണ്ട് വാണ്ട് ടു എംബാരസ് യു ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഫ്രണ്ട്സ്. ഐ ഡോണ്ട് വാണ്ട് ടു എംബാരസ് യു. ഐ എം നോട്ട് ഗോയിങ് ടു എംബാരസ് യു ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഫ്രണ്ട്സ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ പലതരത്തിൽ കടന്നു വരും. അപ്പൊ ഈ എംബാരസ് എന്നുള്ളത് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യു ആർ ഗോയിങ് ടു എംബാരസ് മീ. നിങ്ങൾ എന്നെ വഷളാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. യു ആർ എംബാരസിങ് മീ. യു ആർ എംബാരസിങ് മീ റൈറ്റ് നൗ. വൈ ആർ യു എംബാരസിങ് മീ? പലതരത്തിൽ വരും. ഈ ഉദാഹരണം മാത്രം നോക്കണ്ട. എന്റെ ഇപ്പോൾ തന്നെ ഒരുപാട് വാക്കുകൾ കടന്നു വന്നില്ല, സെന്റൻസുകൾ കടന്നു വന്നില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ എന്നല്ല, ഇത് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. ആ വാക്ക് ഉപയോഗിച്ചിട്ട് പലതരത്തിൽ പല കോലത്തിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഐ എംബാരസിംഗ് എന്നുള്ള പറഞ്ഞല്ലോ. ഇനി അടുത്തതിലേക്ക് പോയിക്കോട്ടെ. അടുത്തത് ഇതാണ്. അടുത്ത നിത്യജീവിതത്തിൽ നമ്മൾ കടന്നു വരുന്ന ഒരു സംഭവമാണ് ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ഇംഗ്ലീഷുകാർ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ. യു ആർ നോട്ട് എ ജീനിയസ് ആർ യു. യു ആർ നോട്ട് എ ജീനിയസ് ആർ യു. പോസിറ്റീവ് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആണ് വരിക. അതായത് നീ ഒരു ജീനിയസ് അല്ല ആണോ, അങ്ങനത്തെ ഒരു ചോദ്യമുണ്ട്. നീ ഒരു ജീനിയസ് അല്ല അല്ലെങ്കിൽ അല്ലേ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടല്ലോ. ഒന്നും കൂടി ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒരു എന്താ പറയാ ചോദിക്കുന്ന സമയത്തൊക്കെ അതിനാണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. അവൻ തീരെ പഠിക്കാത്ത ആളാണ് അല്ലേ, അവൻ തീരെ പഠിക്കാത്ത ആണോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിലാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അത് നിത്യജീവിതത്തിൽ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഒരു ഉദാഹരണം ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. യു ആർ നോട്ട് എ ജീനിയസ്. യു ആർ നോട്ട് എ ജീനിയസ് ആർ യു. നിങ്ങളൊരു വളരെ എന്താ പറയാ ഒരു വിവരക്കേട് ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം യു ആർ നോട്ട് എ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ ഓനൊന്ന് തള്ളി പറയുന്ന രീതിയിൽ പറയാം. യു ആർ നോട്ട് എ ജീനിയസ് അറിയൂ. നീ ഒരു ജീനിയസ് അല്ല, നീ ഒരു വലിയൊരു ജീനിയസ് അല്ല അറിയൂ, നീ ആണോ. ആ ഒരു ജസ്റ്റ് അതിന്റെ പേരൊന്ന് ഉൾപ്പെടുത്തുന്നുള്ളൂ. അത് നെഗറ്റീവും വരും. യു ആർ നോട്ട് എ ജീനിയസ് എന്നാണ് ഇപ്പം പറഞ്ഞത്. യു ആർ നോട്ട് എ ജീനിയസ് അറിയൂ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ചില സമയത്ത് യു ആർ എ ജീനിയസ് ആറിന്റ് യു, അവിടെ കടന്നു വരുന്ന ആറിന്റ് യു എന്നുള്ളതാണ്. യു ആർ എ ജീനിയസ് ആറിന്റ് യു. അവിടെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നവരെ നെഗറ്റീവ് വരും. ഇവിടെ പോസിറ്റീവ് വരുന്നവരും അപ്പുറം സെന്റൻസ് പോസിറ്റീവ് വരുന്നവർ ഇപ്പുറം നെഗറ്റീവ് വരും. ഇപ്പൊ സെന്റൻസ് നെഗറ്റീവ് വരാതെ ഇപ്പുറം പോസിറ്റീവ് വരും. അതും പലതരത്തിലുള്ള സംഭവങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് ഒരു ഉദാഹരണം എഴുതി എന്നുള്ളതും പല സമയത്ത് പല തരത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും ഒക്കെ പറയാം. ഒരു ഉദാഹരണം എഴുതി നിങ്ങളെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോട്ടെ. അടുത്തത് ഇതാണ്. പ്ലീസ് എക്സ്ക്യൂസ് മീ ഫോർ ബീങ് സോ ലേറ്റ്. ദർ വാസ് എ ലോട്ട് ഓഫ് ട്രാഫിക്. ഇവിടെ എക്സ്ക്യൂസ് മീ, നമ്മൾ എക്സ്ക്യൂസ് മീ എന്തിനാണ് സാധാരണ ഉപയോഗിക്കാറ്? എക്സ്ക്യൂസ് മീ എനിക്കൊന്ന് പെണ്ണ് തരും. ഒരു പൊളൈറ്റ്, അതായത് ഒരു വിനീതമായിട്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുക. അതാ എക്സ്ക്യൂസ് മീ, നീ ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണോ നോക്കട്ടെ നമുക്ക്. എക്സ്ക്യൂസ് മീ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരാൾ വെറുപ്പിക്കുന്ന ഒരു സാധനത്തിൽ എടാ എനിക്ക് ആ സാധനം തന്നെ വേണോ. എക്സ്ക്യൂസ് മീ, എന്താ നീ പറഞ്ഞത്? ഒരു വെറുപ്പിക്കൽ പറയുന്ന സമയത്ത് എക്സ്ക്യൂസ് മീ, പലതരത്തിൽ എക്സ്ക്യൂസ് മീ പറയും. എക്സ്ക്യൂസ് മീ, എനിക്ക് ആ സാധനം വേണോ, അത് എന്റെ സാധനമായിരിക്കും, അന്നേരമായിരിക്കും പറയുന്നുണ്ടാകുക. നീ ആ സാധനം എടുക്കുക, എനിക്ക് ആവശ്യമുണ്ട്. എക്സ്ക്യൂസ് മീ, വാട്ട് യു സേ? നോട്ട് ഗോണ ഹാപ്പൻ. അത് അതിന്റെ പേര് ഒന്ന് ഉൾപ്പെടുത്തിയാണ്. നോട്ട് ഗോണ ഹാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സംഭവിക്കുകയില്ല. നമ്മളിപ്പോ ഒരാളിപ്പന് നമുക്ക് തീരെ സംഭവിക്കാത്ത ഒരു കാര്യം നമ്മളോട് ചോദിക്കുക അല്ലെങ്കിൽ പറയുക സംഭവിക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും അതൊരിക്കലും സംഭവിക്കില്ല എന്ന് പറയുന്നില്ല. അതാണ് നോട്ട് ഗോണ ഹാപ്പൻ എന്ന് പറഞ്ഞാൽ. Excuse me, not gonna happen. It will never happen again. അല്ലെങ്കിൽ not gonna happen. പല തരത്തിൽ പറയാം. നോട്ട് ഗോണ ഹാപ്പൻ, നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അത് സംഭവിക്കാൻ പോകുന്നതല്ല. ആ ഗോയിങ് ടു എന്നുള്ളതാണ് ഗൊന എന്ന് പറയുന്നത്. നേരത്തെ വാണ്ട് ടു എന്നുള്ളത് വണ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണേ. നോട്ട് ഗോയിങ് ടു, നോട്ട് ഗോണ ഹാപ്പൻ എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്ലീസ് എക്സ്ക്യൂസ് മീ ഫോർ ബീങ് സോ ലേറ്റ്. കുറെ ലേറ്റ്, അതിൽ എന്നോട് എക്സ്ക്യൂസ് ചെയ്യണം. എക്സ്ക്യൂസ് മീ, എന്നോട് ക്ഷമിക്കണം. ഇറ്റ് വാസ് ദർ വാസ് എ ലോട്ട് ഓഫ് ട്രാഫിക്. ഒരുപാട് ബ്ലോക്ക് ട്രാഫിക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ മറുപടി എന്തായിട്ട് പറയാം? ഓക്കെ, നോ പ്രോബ്ലം, ഡോണ്ട് വെറി, അല്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ വെറീസ്, ഡോണ്ട് വെറി, അങ്ങനെ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പലതരത്തിൽ അതിന് മറുപടിയൊക്കെ തെറ്റി നമുക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിത്യജീവിതത്തിൽ കടന്നു വരാം. അല്ലെങ്കിൽ സോറി ഫോർ ബീങ് സോ ലേറ്റ്, സിമ്പിൾ ആയിട്ട് പറയാം. സോറി, ഐ എം വെരി സോറി ഫോർ ബീങ് സോ ലേറ്റ്. അല്ലെങ്കിൽ സോറി ഫോർ ബീങ് സോ ലേറ്റ്, ഞാൻ കുറെ ലേറ്റ് ആയതിന് എന്നോട് ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് മാപ്പ് ചെയ്താൽ, എന്നോട് ക്ഷമിക്കുക. ഫോർഗീവ് മീ, യാ ഐ ഫോർഗീവ് യു ടുഡേ. ഇന്ന് ഞാൻ ഫോർഗീവ് ചെയ്തിരിക്കുന്നു, എന്നോട് മാപ്പ് ചെയ്തിരിക്കുന്നു, നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. ഐ ഫോർഗീവ് യു, നോ പ്രോബ്ലം, നോ വെറീസ്.
അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ വിലയേറിയ ഒരു ലൈക്ക് അടിക്കണം. നിങ്ങളുടെ അതിലും വിലയേറിയ കമന്റ്സുകളിൽ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്.